ഹലോ എവരിവൺ, സെറ്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യ പേപ്പറുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഐപ്ലസിന്റെ സെറ്റ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നോക്കൂ, ഇൻ റോജേഴ്സ് പെർസ്പെക്റ്റീവ് ദ കമ്പാഷൻ ആൻഡ് ദ റെക്കഗ്നീഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ്. കോൾ റോജേഴ്സിന്റെ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ആ കൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി പ്രകാരം കമ്പാഷൻ ആൻഡ് ദ റെക്കഗ്നീഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ്. ഒരു വ്യക്തിയുടെ കമ്പാഷനെയും പൊട്ടൻഷ്യലിനെയും ഒക്കെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അൺകണ്ടീഷണൽ ലവ് ആണ്. കണ്ടീഷണൽ ലവ്, ക്ലയന്റ് സെന്റേഡ് തെറാപ്പി, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, ഇങ്ങനെയാണ് നമുക്ക് 4 ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഈസ് ദ ബേസിക് അക്സെപ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് എ പേഴ്സൺ റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ദ പേഴ്സൺ സേസ് or does, especially in the context of client centered therapy. നോക്കൂ, ഒരു ക്ലയന്റ് സെന്റേഡ് തെറാപ്പിയിൽ ഈ പറയുന്ന ഒരു വ്യക്തി അയാൾ പറയുന്നത് ചെയ്യുന്നത് എന്താകട്ടെ, ബേസിക് ആയിട്ട് ആ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് കേട്ടിരിക്കാൻ കാണിക്കുന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു ഇതിന് കൊടുക്കുന്ന ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സിയിലുണ്ടായിരുന്ന ക്ലയന്റ് സെന്റേഡ് തെറാപ്പിയുടെ ഒരു പാർട്ടാണ് എന്ത്, അൺകണ്ടീഷണൽ. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഉൾക്കൊള്ളിച്ച് അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് വാസ് ഇനിഷ്യലി ഡെവലപ്ഡ് ബൈ സ്റ്റാൻലി സ്റ്റാൻഡൽ. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിനെ പറ്റി, അതായത് അത് ഇനിഷ്യലി തുടക്കത്തിൽ അത് ഡെവലപ്പ് ചെയ്ത ആരാണ്, സ്റ്റാൻലി സ്റ്റാൻഡൽ ആണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ലേറ്റർ എക്സ്പാൻഡ് ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് കോൾ റോജേഴ്സ് ഇൻ ദ ഇയർ 1956. അത് പിന്നീട് ലേറ്റർ എക്സ്പാൻഡ് ചെയ്യുകയും പോപ്പുലറൈസേഷൻ ചെയ്ത ആരാണെന്നാണ് പറയുന്നത്, കോൾ റോജേഴ്സ് ആണ്. അദ്ദേഹം ഒരു മാനവികതാവാദി, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുള്ള സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, 1956 അദ്ദേഹം ഇതിനൊരു പോപ്പുലാരിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാച്ച് ദ ഫോളോയിങ് ആണ്. ബോബോട്ട് വളരെ സൈക്കോളജി പഠിക്കുന്നവരൊക്കെ ബേസിക്കായിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ടേബിൾ എയിൽ ഫസ്റ്റ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ബോബോ ഡോൾ എക്സ്പെരിമെന്റ്, ബോബോ പാവ പരീക്ഷണം, അല്ലെ, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഹ്യൂമൻ മെയർ ലേണിംഗ്, ലാറ്റൻ ലേണിംഗ്. ഈ പറയുന്ന ലിസ്റ്റ് 1 ഈ ലിസ്റ്റ് 2 കിടക്കുന്ന ടോൾമാൻ, ആൽബർട്ട് ബന്ദൂര, സ്കിന്നർ, തോണ്ടേക്ക് എന്നിവരുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്ഷന് ഉത്തരം വായിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അതൊന്നും മനസ്സിലാകത്തില്ല. സോ ഡെഫിനിഷൻ തന്നെ നോക്കാം. ബോബോ പാവ പരീക്ഷണം ആൽബർട്ട് ബന്ദൂരയുടെയാണ്. അറിയാമല്ലോ, ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് കുറച്ച് കുട്ടികളെ ഒരു റൂമിലേക്ക് കയറ്റിവിടുന്ന, അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു ബോബോ പാവയെ ഒരാള് വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന രീതി, അല്ലെ, തല്ലുകയും അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ചവിട്ടി എറിയുകയും വലിച്ചു കീറുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ കുറച്ച് കുട്ടികളെ കാണിച്ചിട്ട് കുട്ടികളെ ഇതൊക്കെ ഒരു റൂമിലേക്ക് കയറ്റിവിടുന്ന, ആ റൂമിലെ കുറെ ബോബോ പാവകൾ അല്ലെങ്കിൽ ആദ്യം ആ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന കുറെ കളിപ്പാട്ടങ്ങൾ കാണിക്കുക, എന്നാൽ എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ, അതായത് കുട്ടികളെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാക്കിക്കൊണ്ട് പിന്നെ ചെല്ലുന്ന റൂമിലേക്ക് കുറെ ബോബോ പാവകളെ വെച്ചിരിക്കുകയും കുട്ടികൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ ആ വീഡിയോയിൽ അയാൾ ചെയ്തതുപോലെ ഈ ബോബോ പാവകളെ എടുത്തിട്ട് അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു നിരീക്ഷണ പഠനത്തിൻ്റെ, സാമൂഹിക നിരീക്ഷണ പഠനത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ ഒബ്സർവേഷൻ ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആൽബർട്ട് ബന്ദൂരയാണ് ആ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഓക്കെ, അത് ഓപ്പറന്റ് കണ്ടീഷനിങ്, സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്, സ്കിന്നർ ഉപയോഗിച്ചിരിക്കുന്ന ഏതൊക്കെ ജീവികളാണ് പരീക്ഷണം നടത്തിയത്? സ്കിന്നർ പരീക്ഷണം നടത്തിയത് എലിയിലും അതുപോലെ പ്രാവലുമാണ്. ഓക്കെ, എലിയിലും പ്രാവലുമാണ് സ്കിന്നർ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഓപ്പറന്റ് കണ്ടീഷനെ കണക്ട് ചെയ്തിരിക്കുന്നത് സ്കിന്നറാണ്. അടുത്ത ഹ്യൂമൻ മെയർ ലേണിംഗ് ആണ്, അത് തൊണ്ടേക്കുമായി റിലേറ്റ് ചെയ്താണ്. അതുപോലെ ലാറ്റൻ ലേണിംഗ് എന്ന് പറയുന്നത് ടോൾമാനുമായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പോൾ ലാറ്റൻ ലേണിംഗ് ടോൾമാൻ, അതുപോലെ ഹ്യൂമൻ മെയർ ലേണിംഗ് എന്ന് പറയുന്നത് തൊണ്ടേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഒരു ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി മാച്ച് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
a cluster of dysfunctions that is characterized by extreme self-absorption, repetitive motor activities, and the impairment of language and conceptual skills is known as. അപ്പോൾ നോക്കൂ, a cluster of dysfunctions that is characterized by extreme self-absorption, repetitive motor activities, and the impairment of language and conceptual skills is known as. അപ്പോൾ ഇങ്ങനെ, അതായത് ഡിസ്ഫങ്ഷൻസ് ആണ്, അതായത് കൃത്യമായ എന്താണ് ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്തതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മാൽഫങ്ഷൻ അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻസുകളാണ്. ക്യാരക്ടേഴ്സ് എക്സ്ട്രീം സെൽഫ് അബ്സോർപ്ഷൻ, റെപ്പറ്റിറ്റീവ് മോട്ടർ ആക്ടിവിറ്റീസ് ആൻഡ് ഇമ്പയർമെന്റ് ഓഫ് ലാംഗ്വേജ്. ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്, അതുപോലെ മറ്റ് എന്താണ് അതേ ഏജിലുള്ള മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ടുന്ന സ്കില്ലുകൾ ഇല്ലാതിരിക്കുക തുടങ്ങിയ ഡിസ്ഫങ്ഷൻസ് ഉള്ള സ്റ്റേജിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഡിപ്രഷൻ, ഓട്ടിസം, ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, എന്താണ്? ഓട്ടിസം ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓട്ടിസം ആണ്. Autism is a neurological and developmental disorder that affects how people interact with others, communicate, learn and behave. Although autism can be diagnosed at any age, it is described as the developmental disorder because symptoms generally appear in the first 2 years of life. നമ്മളെ കൊച്ചു കുട്ടികളെ ഒക്കെ ആണ് ഇത് നമുക്ക് കൃത്യമായിട്ട്, അതായത് കൊച്ചു കുട്ടികളുടെ കുട്ടികൾ വളരെ ചെറുപ്പ സമയത്താണ്, അതായത് 2-3 വയസ്സൊക്കെ ആ ഒരു സമയം, 3 വയസ്സിന് ഉള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും കുട്ടികൾക്ക് എന്തുണ്ടോ എന്ന്, ഓട്ടിസത്തിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. രക്ഷകർത്താക്കളെ സംബന്ധിച്ച് വളരെ കൃത്യമായി അറിയാൻ പറ്റും. അതിന് മുമ്പ് തന്നെ പ്രഗ്നൻസി ടൈമിലൊക്കെ, മദർ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ടെസ്റ്റുകൾ നടത്തും അല്ലെങ്കിൽ സ്കാനുകൾ നടത്തുമ്പോഴൊക്കെ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും അന്നേരം അറിയാൻ കഴിയില്ലെങ്കിലും കുട്ടികളുടെ ആഫ്റ്റർ ബർത്തിന് ശേഷവും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 വയസ്സ് ജനിച്ച കുട്ടി ഒരു 3 വയസ്സാകുന്നത് വരെ കുട്ടികളുടെ കൃത്യമായ ഡെവലപ്മെൻറ്റ് നമ്മൾ എൻഷുർ ചെയ്യണമെന്നുള്ളതാണ്. ഓട്ടിസത്തിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ടോ നമ്മൾ നിരന്തരം നിരീക്ഷിക്കണമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിസോർഡറാണ്. ന്യൂറോളജിക്കലായിട്ടും അതുപോലെ ഡെവലപ്മെൻറ്റൽ വികാസത്തിൻ്റെ ഭാഗമായിട്ടുമുള്ളൊരു ഡിസോർഡറാണ് എന്ത്? ഓട്ടിസം എന്ന് പറയുന്നത്. ദാറ്റ് അഫക്ട്സ് ഹൗ പീപ്പിൾ ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തണം, പഠനം അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ബിഹേവ്, പെരുമാറ്റം തുടങ്ങിയവയിലൊക്കെ ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷനുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് എന്തെന്ന് പറയുന്നത് ഓട്ടിസം എന്ന് പറയുന്നത്. ഓൾദോ ഓട്ടിസം ക്യാൻ ബി ഡയഗ്നോസ്ഡ് അറ്റ് എനി, ഏത് പ്രായത്തിലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ, ഒരു വികാസത്തിനുണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണെന്നുള്ളത് കൊണ്ട് ബിക്കോസ് സിംറ്റംസ് ജനറലി അപ്പിയർ ഇൻ ദ ഫസ്റ്റ് 2 years ഓഫ് ലൈഫ്. ആദ്യത്തെ 2 വർഷം, രണ്ടെന്ന് പറയുന്നെങ്കിലും 2-3 വയസ്സ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളുടെ ഈ ഒരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ പ്രീ ബർത്തിൽ നമ്മൾ ചെയ്യുന്ന സ്കാനിങ്ങുകളിലൊന്നും ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ കൂടി ബർത്തിന് ശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് 2-3 വയസ്സ് വരെ ഉണ്ടാകുന്ന സിംറ്റംസിൽ കൂടെ നമുക്കിത് അറിയാൻ സാധിക്കും. കാരണം ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാത് പ്രായങ്ങളിൽ കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന ബിഹേവിയറുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ കുട്ടി കാണിക്കുന്നില്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഡിസ്ലെക്സി എന്താ നോക്കും. ഡിസ്ലെക്സി ഈസ് എ ലേണിംഗ് ഡിഫിക്കൽട്ടി ദാറ്റ് പ്രൈമറിലി അഫക്ട്സ് സ്കിൽസ് ഇൻവോൾവ് ആക്യുറേറ്റ് ആൻഡ് ഫ്ലുവൻറ്റ് വേർഡ് റീഡിംഗ് ആൻഡ് സ്പെല്ലിംഗ്. കൃത്യമായിട്ട് വായനാ വൈകല്യം തന്നെയാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഡിസ്ലെക്സിയ വായിക്കാനുള്ള ബുദ്ധിമുട്ട് ആൻഡ് സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ട സ്പെല്ലിംഗ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി കൃത്യമായി പ്രൊനൗൺസ് ചെയ്ത് പറയാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ഡിസ്ലെക്സിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഒരു ലേണിംഗ് ഡിസബിലിറ്റിയാണ്. അതുപോലെ ഡിസ്ഗ്രാഫിയ, ഇറ്റ് ഈസ് ദ ലേണിംഗ് ഡിഫിക്കൽട്ടി അഫക്ട്സ് ദ സ്കിൽസ് ഇൻവോൾവ് റൈറ്റിംഗ്, എഴുത്തുമായി റൈറ്റിംഗുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ലേണിംഗ് ഡിസബിലിറ്റിയാണ് എന്ത്? ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളൂ. Several responses to an event are possible. Those that led to reward tend to become more strongly associated with the event, while those that led to punishment become more weakly associated. This law is, നമ്മൾ കൊച്ചു കുട്ടികളെയൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ. അതായത് several responses to an event are possible. Those that led to reward tend to become more strongly associated with the event. നമ്മൾ ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളതിന് റിവാർഡ് കൊടുത്താൽ അല്ലെങ്കിൽ നമ്മളൊന്ന് സന്തോഷിപ്പിച്ചാൽ, സ്നേഹത്തോടെ എന്തെങ്കിലും അന്ന് കെട്ടിപ്പിടിച്ചാൽ, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു ആഹാര സാധനം കൊടുത്താൽ, ഒരു കളിപ്പാട്ടം റിവാർഡായിട്ട് കൊടുത്താൽ ആ ചെയ്ത കാര്യം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് ആ ഒരു സാഹചര്യത്തിൽ സ്ട്രോങ് ആയി റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ഒരു പോസിബിലിറ്റി ഉണ്ടാകും. മനസ്സിലായില്ലേ?
ഇപ്പം നമ്മളൊരു കുട്ടി വീട്ടിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ കുട്ടി ഓടി വന്ന് ഒരു കപ്പ് വെള്ളം എടുത്ത് ചെടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ എന്തിനാടാ നീ ഒഴിച്ചതെന്ന് ചോദിച്ച് തല്ലല്ലോ ചെയ്യുക. നമ്മളതിനെ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു റിവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് മണി എന്നൊന്നുമല്ല. റിവാർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്നേഹത്തോടെ പുറത്തും തട്ടുന്നതായിരിക്കും ഒരു റിവാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ റിവാർഡ് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ആ ഒരു റെസ്പോൺസ് എന്ത് ചെയ്യപ്പെടും, റെയിൻഫോഴ്സ് ചെയ്യപ്പെടും, പ്രബലനം ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കുന്ന ആ ഒരു കാര്യം ഇഫക്റ്റീവായി അല്ലെ സ്ട്രോങ് ആയിട്ട് ആ ഒരു ഇവൻറ്റുമായി ചേർത്ത് വയ്ക്കപ്പെടും. അപ്പോൾ കുട്ടിക്ക് റിവാർഡാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ. ഇനി അതല്ല പണിഷ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിലോ, ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അടുക്കളയിൽ എന്തെങ്കിലും ആഹാരം പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി അറിയാതെ വന്നിട്ട് ഒരു പാത്രത്തിൽ കയറി പിടിക്കുക, എന്തെങ്കിലും കൈ പൊള്ളുക എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ അന്നേരം ദേഷ്യം കൊണ്ട് ചിലപ്പോൾ തല്ല് കൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ, അതായത് നെഗറ്റീവായ ഒരു റിവാർഡാണ് അല്ലെങ്കിൽ പണിഷ്മെൻ്റാണ്, ശിക്ഷയാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഒരു റെസ്പോൺസ് ചെയ്യാനുള്ള കുട്ടിയുടെ ആ ഒരു ടെൻഡൻസി എന്ത് ചെയ്യും, പതുക്കെ കുറയും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഈ വീട്ടിൽ നല്ല പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അല്ലേ. നല്ല പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് നല്ല പാഠങ്ങളായി കുട്ടികളെ പിന്നീട് ഡെവലപ്പായി മാറുന്നത്. അതുപോലെ കുട്ടി ചെയ്യുന്ന ചെറിയ തെറ്റുകൾ, മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചെറിയ ലഘു ശിക്ഷകൾ. ഈ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് പണിഷ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റും ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്, ഇതുമായിട്ട് ഡയറക്റ്റ് റിലേഷനുള്ളതല്ല. അപ്പോൾ ഈ ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിണ്ടാതിരിക്കുക, അച്ഛൻ അല്ലെങ്കിൽ അമ്മ കുട്ടിയോട് പിണങ്ങിയിരിക്കുക, അതൊരു ശിക്ഷയാണ്. അത് കുട്ടിയെ ശാരീരിക വേദനിപ്പിക്കുന്ന ശിക്ഷയല്ല. എന്നിരുന്നാൽ പോലും കുട്ടിക്ക് അതൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ കുട്ടി ആ ഒരു കാര്യത്തിൽ നിന്ന് പിൻവലിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലോ ഓഫ് യൂസ് ഉണ്ട്, ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോജി ഉണ്ട്, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ട്, അതുപോലെ ലോ ഓഫ് ഇഫക്റ്റ് ഉണ്ട്. അതിൻ്റെ ആൻസർ ലോ ഓഫ് ഇഫക്റ്റ് ആണ്, ഫല നിയമം എന്ന് പറയും മലയാളത്തിൽ കേട്ടോ. അപ്പോൾ തൊണ്ടേക്കിൻ്റെയാണ് 3 ലേണിംഗ് ലോസ് എന്ന് പറയുന്നത്, പഠനവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ അവതരിപ്പിച്ച ഇയൽ തൊണ്ടേക്കാണ്. ഒന്ന് ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം എന്ന് പറയും. അതായത് കുട്ടികൾ റെഡി ആയിരിക്കുമ്പോൾ, സന്നദ്ധരായിരിക്കുമ്പോൾ മാത്രം കുട്ടിയെ പഠിപ്പിക്കുകയാണ്. അത് കൊച്ചു ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ വലിയ പോസിബിൾ ആയിരിക്കും. കുറച്ച് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് ലെവലിലേക്ക് വരുമ്പോൾ കുട്ടി റെഡിയായാലേ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയല്ലെന്ന് പറയും തോന്നും അല്ലേ. അപ്പോൾ ആ ഒരു റെഡിനെസ്, പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ യഥാർത്ഥ മീനിങ്. കുട്ടികളെ ക്ലാസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റീസ് കൊടുക്കില്ലേ ക്ലാസ്സിൽ കയറുമ്പോൾ, അതായത് കുട്ടികളെ പഠിക്കുകയാണെന്നൊരു രീതി വരുത്താതെ ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് ഇൻവോൾവ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട് അല്ലേ. അങ്ങനെയാണ് എല്ലാ ടീച്ചേഴ്സും ചെയ്യാറല്ലേ. ക്ലാസ്സിൽ ചെന്ന് കയറുന്ന പാടെ പുസ്തകം എടുത്ത് പഠിപ്പിക്കുന്നൊരു അധ്യാപനെ കുട്ടി ഇഷ്ടപ്പെടുമോ? തീരെ ഇഷ്ടപ്പെടാതിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ കുട്ടികളെ പതുക്കെ ഇന്നെന്ത് കഴിച്ചു, അല്ലെങ്കിൽ വരുന്ന വഴി എന്തൊക്കെ കണ്ടു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന ശേഷം പഠിപ്പിക്കുന്ന അധ്യാപകരെയും കുട്ടിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെ കുട്ടികളെ സന്നദ്ധരാക്കി പഠിപ്പിച്ചാൽ മാത്രമേ, ഇഫ് വൺ ഈസ് നോട്ട് റെഡി ടു സ്റ്റഡി വൺ കനോട്ട് ലേൺ ഇറ്റ് പ്രോപ്പർലി. അതായത് ഒരു കുട്ടി പഠിക്കാൻ റെഡി അല്ലെങ്കിൽ അവനൊരിക്കലും നന്നായി പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ലോ ഓഫ് റെഡിനെസ് പറയുന്നത്. ഇയൽ തൊണ്ടേക്കിൻ്റെ ഫസ്റ്റ് ലോ ആണ്. 2 ലോ ഓഫ് എക്സർസൈസ്, അതായത് കോൺസ്റ്റിറ്റ്യൂട്ട്സ് 2 അതർ ലോസ്, 2 മറ്റ് ചെറിയ നിയമങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഇതാണ് ലോ ഓഫ് എക്സർസൈസ് എന്ന് പറയുന്ന ലോ തൊണ്ടേക്ക് അവതരിപ്പിച്ചത്. ആ 2 ലോസ് ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ്. അതായത് the ability which uses continuously gets strengthened and which is not using regularly will get weaker. സ്ഥിരമായി ചെയ്യുന്ന കാര്യം സ്ട്രോങ് ആവുകയും സ്ഥിരമായി ചെയ്യാത്ത കാര്യം വീക്ക് ആവുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ത് ലോ ഓഫ് എക്സർസൈസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഒരു കാര്യം സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ അയാൾ പെർഫെക്റ്റ് ആവുകയും ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം വീക്കായി പോയി അതിന് ചെയ്യാൻ പിന്നീട് കഴിവില്ലാതാവുകയും ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, 3ാമത്തെ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് ഇഫക്റ്റ് ആണ്, ഫല നിയമം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവനെ സ്നേഹത്തോടെ തലോടിയല്ല, അല്ലെങ്കിൽ ഒരു റിവാർഡ് കൊടുത്താൽ അത് വീണ്ടും ചെയ്യും. അപ്പോൾ ആ ഒരു ഫലം എന്താണെന്ന് മനസ്സിലാക്കിയാണ് കുട്ടി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. ആ കുട്ടി ചെയ്യുന്നൊരു കാര്യം തെറ്റാണെങ്കിൽ നമ്മളൊരു തല്ല് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പിണങ്ങിയിരിക്കുകയോ ഒക്കെ ചെയ്താൽ കുട്ടിക്ക് വിഷമമാവും, ആ ഒരു കാര്യം പിന്നീട് ചെയ്യില്ല. അതാണ് ലോ ഓഫ് ഇഫക്റ്റ് എന്ന്. അത് തന്നെയാണ് അതിൻ്റെ ഒരു മറ്റൊരു ഫോമാണ്. വൺ ക്യാൻ ഡെവലപ്പ് എ നാച്ചുറൽ ടെൻഡൻസി ടു ലേൺ ഇഫ് ഇറ്റ് പ്രൊവൈഡ്സ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. സന്തോഷവും സംതൃപ്തി ലഭിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം പഠിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു എബിലിറ്റി കുട്ടി ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് ലോ ഓഫ് ഇഫക്റ്റ് ആണ്. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
Match the following: life space, information processing, creativity, animus. ഇതാണ് ഫസ്റ്റ് ലിസ്റ്റ്. സെക്കൻഡ് ലിസ്റ്റ് പിയാഷെ, പാസി, എബിംഗോസ് ആൻഡ് ലെവിൻ. അപ്പോൾ ഇതിൽ എന്താണ് ടേബിൾ ആണ്. ഈ ടേബിൾ നമ്മൾ മാച്ച് ചെയ്യാനാണ്. നമ്മൾ മാച്ച് ദ ഫോളോയിങ് നമ്മൾ ഓപ്ഷൻ നോക്കാറില്ലല്ലോ. നോക്കൂ, ലൈഫ് സ്പേസ് എന്ന ആശയം കട്ട്ലെവിൻ്റെയാണ്. കട്ട്ലെവിൻ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ലൈഫ് സ്പേസ് ഇൻ ഹിസ് ഫീൽഡ് തിയറി. കട്ട്ലെവിൻ്റെ ക്ഷേത്ര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ലൈഫ് സ്പേസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അവതരിപ്പിച്ചത്. ലൈഫ് സ്പേസ് ഇൻക്ലൂഡ്സ് എവറിത്തിങ് വൺ നീഡ്സ് ടു നോ അബൌട്ട് എ പേഴ്സൺ സൈക്കോളജിക്കൽ എൻവയോൺമെന്റ് അറ്റ് എ ഗിവൻ. ഒരു നിശ്ചിത സമയത്ത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ എൻവയോൺമെന്റിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതിനെയാണെന്ന് പറയുന്നത് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എബിൻഗോസുമായി റിലേറ്റഡ് ആണ്, ഡയറക്റ്റ് റിലേഷൻ അല്ല. Information processing can be used alongside with the curve of forgetting to understand how memory fades. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കർവ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന ആശയം അവതരിപ്പിച്ച സൈക്കോളജിസ്റ്റ് ആണ് എബിംഗോസ്. വിസ്മൃതി വക്രം അല്ലെങ്കിൽ മറവി വക്രം എന്നൊക്കെ പറയും. അപ്പോൾ ഈ കർവ് ഓഫ് ഫോർഗെറ്റിങ്ങിലെ അലോങ് സൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ്. അതായത് ഒരാളുടെ ഓർമ്മയിൽ നിന്ന് ഒരു കാര്യം എങ്ങനെ ഫെയ്ഡ് ആയി മറവിയിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഉപാധിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിനെ പരിഗണിച്ചുകൊണ്ട് ബിംഗൂസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്താണ് ക്രിയേറ്റിവിറ്റി പാസീവായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. പാസീവ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി എയിംസ് ടു മെഷർ ക്രിയേറ്റിവിറ്റി ഇൻ സ്കൂൾ ചിൽഡ്രൻ. പാസീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയെ അളക്കാനുള്ള ഒരു സ്കൂൾ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അളക്കാനുള്ള ഒരു മെഷറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടെസ്റ്റേഴ്സ് ടു മെഷർ ഫാക്ടേഴ്സ് ലൈക്ക് പ്രോബ്ലം സോൾവിങ്, പ്രശ്നപരിഹരണം, ഫ്ലെക്സിബിലിറ്റി, വഴക്കം, അതുപോലെ ഫ്ലുവൻസി, പറയാനുള്ള ആ ഒരു ലെജിബിലിറ്റിയാണ്. ഒറിജിനാലിറ്റി ആൻഡ് ഇൻക്വസ്റ്റീവ്നെസ്. ടെസ്റ്റസ് ഹാവ് ഗുഡ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി വെൻ കമ്പയർഡ് ടു അതർ ക്രൈറ്റീരിയ. മറ്റു ടെസ്റ്റുകൾ അല്ലെങ്കിൽ വിഭാഗമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വാലിഡിറ്റി ഉള്ള ടെസ്റ്റായിട്ടാണ് പാസീവ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റിയെ കണക്കാക്കപ്പെടുന്നത്. അടുത്ത അനിമിസം പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ അനിമിസത്തിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് പിയാഷെ ആയിട്ടാണ്. അനിമിസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ കൊച്ചു കുട്ടികളൊക്കെ ഈ മറ്റു വസ്തുക്കൾ, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്ന് സചേതനത്വം എന്ന് പറയും, ജീവനുണ്ട് എന്ന് ആരോപിക്കുന്ന ആ ഒരു ഇതിനെയാണ്, ആ ഒരു ബിലീഫ്, ആ ഒരു വിശ്വാസത്തിനെയാണെന്ന് പറയുന്നത് അനിമിസം എന്ന് പറയുന്നത്. അത് അവതരിപ്പിച്ചത് പിയാഷെയാണ്. നോക്കൂ, അനിമിസം ഈസ് ദ ബിലീഫ് ദാറ്റ് ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ആക്ഷൻസ് ദാറ്റ് ഹാവ് ലൈഫ് ലൈക്ക് ക്വാളിറ്റീസ്. ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അത് ജീവനോടെ ഉരുണ്ടു പോവുകയാണ് അല്ലെങ്കിൽ ജീവനോടെ നടക്കുകയാണ്, ചലിക്കുകയാണെന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടിയുടെ ആ ഒരു നേച്ചറിനെയാണ് അനിമിസം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പിയാഷെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ സെറ്റ് ക്രാക്കറിൻ്റെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.